ഹായ് ഹലോ നമസ്കാരം. സോൾട്ട് ആൻഡ് പേപ്പർ ചാനലിന്റെ ഫുഡ് സ്റ്റോറീസിലേക്ക് എല്ലാ കൊതിയന്മാർക്കും കൊതിച്ചുകൾക്കും ഊഷ്മളമായ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടുക്കാച്ചി ഐറ്റമാണ് മിൽക്കി ഫ്രൈഡ് ചിക്കൻ. എങ്ങനെയുണ്ട്? പേര് സൂപ്പർ അല്ലേ? നിങ്ങൾ വിചാരിക്കും മിൽക്കിനകത്ത് ഫ്രൈ ചെയ്തെടുത്ത ഒരു ചിക്കൻ ആണെന്ന്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല അന്തസ്സുള്ള കുറച്ച് നല്ല അടിപൊളി ചിക്കൻ പീസ്, അത് പ്രത്യേകിച്ച് ലെഗ് പീസിനെ എടുത്ത് ഇങ്ങനെ കുട്ടപ്പനായിട്ട് വെക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് പാല്, മുട്ട, പിന്നെ അതിൻ്റെ കിടക്കാൻ വേണ്ടി കുറേ ഐറ്റംസുകൾ വേണം. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഈ കൂട്ടുകളെ കുറിച്ചെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. മിൽക്കി ഫ്രൈഡ് ചിക്കൻ. അവൻ നെഞ്ചും വിരിച്ചിരിക്കുന്ന ഇരിപ്പ് കണ്ടോ? രാജകലയല്ലേ, രാജകല. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് റെഡിയാക്കി വാഷ് ചെയ്ത് വെക്കുക. അതിലേക്ക് ഒരു 9 സൂപ്പർ ചിക്കൻ കാലുകൾ എടുത്ത് വെക്കുക. ഞാനൊരു 9 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണേലും വെച്ച് റെഡിയാക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പാല് ഒഴിച്ച് 5-6 അല്ലി വെളുത്തുള്ളി വിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വിട്ട് അടച്ചു വെച്ച് ആടി പൊളിയായിട്ട് അടിയണി ഒന്ന് വേവിക്കുക. അടച്ചു വെച്ചിട്ട് അതിലേതിലേയും പോയേക്കരുത്. വേകുന്നതനുസരിച്ച് ഓരോരുത്തരായിട്ട് തിരിച്ചും മറിച്ചു വിട്ട് അടിപൊളിയായിട്ട് എല്ലാ സൈഡും ഒരുപോലെ വേകുന്ന രീതിയിൽ നന്നായിട്ട് ഇവനെ വേവിക്കുക. പിന്നെ വളരെ ജാഗ്രതയോട് കൂടിയേ തിരിച്ചു മറിച്ചു ഇടാവുള്ളൂ. ഒരു കടുകുമണി ചിക്കൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ തവിന്നെങ്ങാനും പോയാൽ ചിക്കൻ തരികിടതവും തറയെ കിടക്കും. ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ്, അത് പിന്നെ കടയിൽ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ വീട്ടിലുള്ള ബ്രെഡ് എല്ലാം കൂടെ ഒന്ന് ചുമ്മാ ഒന്ന് മിക്സിയിൽ എടുത്തിട്ട് പൊടിച്ചിട്ടാലും ബ്രെഡ് ക്രംസ് റെഡി. അപ്പോൾ അവനെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം മറ്റൊരു പാത്രത്തിൽ കുറച്ച് അരിപ്പൊടിയും മൈദയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതും മാറ്റി വെക്കുക. പിന്നെ ഒരു പാത്രം എടുത്ത് 2 മുട്ട അങ്ങോട്ട് ഉടച്ചൊഴിച്ചിട്ട് ഒരു സ്പൂണോ പാത്രമോ താവിയോ എന്നാന്ന് കിട്ടുന്ന വെച്ചാൽ അടിച്ച് പതച്ച് നന്നായിട്ടൊന്ന് പതയ്ക്കുക. എന്തെങ്കിലും വൈരാഗ്യം മുട്ടയോടുണ്ടെങ്കിൽ അത് ഇപ്പം തീർത്തോണം. പിന്നെ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയും അരിപ്പൊടിയും ഉണ്ടല്ലോ, അതിലേക്ക് ഡ്രൈ പാഴ്സ്ലി, അതും 1 സ്പൂണാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. പിന്നെ രണ്ടാമതൊരു വെടിക്കെട്ട് ഐറ്റമാണ് വരാൻ പോകുന്നത്, തൈം. അതും ഞാൻ 1 സ്പൂണാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചിക്കൻ്റെ ആവശ്യത്തിനനുസരിച്ച് അത് ചേർക്കുക. പിന്നെ വരുന്നത് മൂന്നാമത്തത് ഒരു ഇടിവെട്ട് ഐറ്റമാണ്. 1 സ്പൂൺ പാപ്രിക്ക അങ്ങ് ചേർക്കുക. അത് നിങ്ങൾ എത്ര ചിക്കൻ എടുക്കുന്നോ അതിന്റെ അളവിനനുസരിച്ച് ചേർക്കാവുള്ളൂ. ഇവിടെ ഞാൻ 9 ലെഗ് പീസ് എടുത്തിരിക്കുന്നത് കൊണ്ട് 1 സ്പൂൺ പാപ്രിക്കയാണ് ചേർക്കുന്നത്. അതിലേക്ക് 1 സ്പൂൺ ഗാർലിക് പൗഡർ കൂടി ഞാൻ അങ്ങോട്ട് ചേർക്കുക കേട്ടോ. നിങ്ങളുടെ ചിക്കൻ അനുസരിച്ച് നിങ്ങൾ ചേർത്തോണം. ഇനി നമ്മുടെ സാധാരണ ഒരു ഐറ്റത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ സ്ഥിരം ഐറ്റം 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഇടിവെട്ട് സാധനങ്ങളൊക്കെ സ്ഥിരമായിട്ട് അടുക്കള കയറുന്നവർക്ക് വളരെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി ഏതെങ്കിലും മടിയന്മാർക്കോ മടിച്ചുകൾക്കോ ഇതിൽ ഏതെങ്കിലും ഐറ്റം മനസ്സിലായില്ലെങ്കിൽ നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് വെച്ച് പിടിച്ചോ. ഈ സാധനങ്ങളെല്ലാം അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെച്ചതിന് ശേഷം ഐശ്വര്യമായിട്ട് ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ആ സ്റ്റൗ അങ്ങോട്ട് കത്തിക്കുക. എന്നിട്ട് നമ്മുടെ കുക്കിങ്ങിന് ആവശ്യമായ ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് നല്ല രീതിയിൽ സൺഫ്ലവർ ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് ചൂടാക്കുക. ഇനി നമ്മുടെ ഓരോ ചിക്കൻ കാലുകൾ എടുത്ത് ആദ്യം നമ്മുടെ പൊടികളുടെ മിക്സിലേക്ക് ഒന്ന് മുക്കുന്നു. അവനെ അവിടുന്ന് തൂക്കിയെടുത്ത് ആ മുട്ട അടിച്ച് പതച്ച് വെച്ചേക്കുന്നതിനകത്തൊന്ന് മുക്കുന്നു. പിന്നെ ഇവനെ മൊത്തത്തിലൊന്ന് പോളിഷ് ചെയ്ത് ആ ബ്രെഡ് ക്രംസ് എല്ലാം കൂടെ ഇങ്ങനെ തേച്ച് അവനെ അങ്ങോട്ട് മാറ്റി വെക്കുക. ഇങ്ങനെ 1, 2, 3, 9 പീസുകൾ എടുത്ത് വെക്കും. ഇത് എണ്ണ കടകടാന്ന് അങ്ങ് തിളച്ച് മറിയല്ലേ. അപ്പോൾ ഐശ്വര്യമായിട്ട് ഈ മുക്കി പൊതിഞ്ഞ് വെച്ചേക്കുന്നമാരെ ഓരോരുത്തന്മാരെ നമുക്ക് അങ്ങോട്ട് പൊരിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം, തിളച്ച് മറിഞ്ഞ് കിടക്കുന്ന എണ്ണയാ, കരിഞ്ഞു പോയിട്ട് എന്നെ കുറ്റം പറഞ്ഞേക്കല്ലേ. തിരിച്ചു മറിച്ചു വിട്ട് കൂടെ നിന്ന് കിടുക്കാച്ചിയായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തോണം. അങ്ങനെ നമ്മുടെ കുട്ടപ്പന്മാരെ ഇങ്ങനെ കോരിയെടുത്ത് അതിലെ ആ എണ്ണയൊക്കെ ഒന്ന് പോയതിനു ശേഷം കൊളസ്ട്രോൾ കൂടാതിരിക്കാൻ ഈ എണ്ണയൊക്കെ ഒന്ന് കളയാൻ പറയുന്നത് കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. ഈ എണ്ണയൊക്കെ മാറ്റിയതിന് ശേഷം നിങ്ങളുടെ വീട്ടിലുള്ള സോസ് ഏതാണോ, ചില്ലി സോസോ ടൊമാറ്റോ സോസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഇവിടെ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 3 ഐറ്റം സോസ് വെച്ചിട്ടുണ്ട്. എന്തായാലും അതിലേതെങ്കിലും ഒന്നിലേക്ക് ഇങ്ങനെ മുക്കുക, കഴിക്കുക, ആസ്വദിച്ച് കഴിക്കുക. ഇപ്പൊ തന്നെ വായി കപ്പലോടാനുള്ള വെള്ളമുണ്ട്. അപ്പൊ എങ്ങനാ, തുടങ്ങുമല്ലേ പരിപാടി? ചൂട് ചിക്കനൊക്കെ തിന്നുന്നതിൻ്റെ ഇടയ്ക്കേ 1-2 പണികളും കൂടെ ഉണ്ട്. നമ്മുടെ ലിങ്കിന് താഴെ വന്ന് നല്ലൊരു കമന്റ് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡായിട്ട് ആ പാവം ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണം. അമർത്താൻ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഇങ്ങനത്തെ കിടുക്കാച്ചി ഐറ്റംസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വേണോ? വേണമെങ്കിൽ ഇതെല്ലാം ചെയ്യണം. അപ്പൊ റെഡിയല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ കൊതിയൂറുന്ന മിൽക്കി ഫ്രൈഡ് ചിക്കൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തതൊരു കിടുക്കാച്ചി എപ്പിസോഡാണ്. പറയണോ? വേണ്ട, അങ്ങനെ സൂചിക്കണ്ട. അത് ഞാൻ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ പറയാം. നിങ്ങൾ കഴിക്കുന്ന കണ്ടപ്പം എനിക്കും ഒരു കൊതി. അപ്പൊ ഞാനും പോയി ഒരു മിൽക്കി ഫ്രൈഡ് ചിക്കൻ ഒന്ന് കഴിക്കട്ടെ. ബൈ ബൈ.